കടുത്തുരുത്തി മുതൽ അറുന്നൂറ്റിമംഗലം വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും റോഡ് ഉപരോധ സമരവും നടത്തി. കടുത്തുരുത്തിയിൽ നിന്ന് പിറവം റോഡിലേക്ക് തിരിയുന്ന മാർക്കറ്റ് ജംഗ്ഷനിൽ റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കടുത്തുരുത്തി പിറവം റോഡിൽ കൈലാസപുരം ക്ഷേത്രത്തിന് സമീപം മുതൽ അറുന്നൂറ്റിമംഗലം വരെയുള്ള റോഡിന്റെ അവസ്ഥ ദയനീയമാണ്. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങളും യാത്രക്കാരും സഞ്ചരിക്കുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. മഴക്കാലത്ത് റോഡ് ചെളിക്കുളമാണ്. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഈ സാഹചര്യത്തിലാണ് കടുത്തുരുത്തിയിലെ റോഡുകളുടെയും കടുത്തുരുത്തി അറുന്നൂറ്റിമംഗലം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടുത്തുരുത്തി പിറവം റോഡ് ഉപരോധ സമരവും പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചത്. റോഡിനായി ഫണ്ട് അനുവദിച്ചെങ്കിലും ജലവിതരണ പദ്ധതിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വൈകിയതിനെ തുടർന്ന് റോഡ് നവീകരണം ആരംഭിച്ചിരുന്നില്ല. പാറമക്കും മണ്ണും നിരത്തി താൽക്കാലികമായി റോഡിലെ കുഴികൾ അടച്ചിരുന്നു. മഴ ശക്തമായപ്പോൾ റോഡിൽ വീണ്ടും കുഴി രൂപപ്പെടുകയും ചെളി നിറഞ്ഞ് ഈ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായി മാറി. ഇരുചക്ര വാഹന യാത്രക്കാർ ഇവിടെ തെന്നി വീണ് അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായിരുന്നു. വാഹനങ്ങൾക്കും ഇതുവഴി സഞ്ചരിച്ച് തകരാറ് സംഭവിക്കുമായിരുന്നു. കടുത്തുരുത്തി സെൻട്രൽ ജംഗ്ഷനിൽ നിന്നുമാണ് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. മാർച്ച് അറുന്നൂറ്റിമംഗലം റോഡിലെത്തി തിരികെ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് നടന്നു. തുടർന്ന് പിറവം റോഡിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശന റോഡിൽ കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ വിളിച്ച് റോഡ് ഉപരോധിച്ചു. ഉപരോധ സമരം കോൺഗ്രസ് നേതാവ് UP ചാക്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. കാൽനടയായി വാഹനത്തിൽ സഞ്ചരിക്കുന്നവന്റെ സ്ഥിതിയാണ് കഴിഞ്ഞ 3-3.5 കൊല്ലമായി കടുത്തുരുത്തി പിറവം റോഡിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊരു തീരുമാനമുണ്ടാകണം. വാഹനത്തിൽ പോകണമെന്നില്ല. നമ്മൾ സമയത്ത് നടന്നു പോയാൽ പോലും നമ്മൾ തെന്നി വീഴുന്ന കുഴികളാണ് ഈ പ്രദേശം മുഴുവൻ. എന്താണ് ഇതിന് ഉത്തരവാദി? ആരാണ് ഇതിന് ഉത്തരവാദി? ഗവൺമെന്റ് പറയുന്നത് ടെൻഡർ ചെയ്തിട്ടുണ്ട്. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പണി നടക്കും, ഇന്ന് നടക്കും, നാളെ നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 5.5 കോടി രൂപ ടെൻഡർ ചെയ്തിട്ട് കാലങ്ങളായി എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു പണിയും നടക്കാതെ ഇപ്പോഴും ആ റോഡ് 3.5 വർഷമായി നിന്നുകൊണ്ടിരിക്കുന്നു. എത്രയോ സ്ത്രീധന്മാരാണ് അപകടത്തിൽപ്പെട്ട് കയ്യും കാലും ഒടിഞ്ഞ് ആശുപത്രിയെ ശരണം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഇതിനൊരു തീരുമാനമുണ്ടാകണം. ഇത് അവസാനിപ്പിക്കണം. ഈ ഗവൺമെന്റിന്റെ പിടിപ്പില്ലായ്മയാണ് ഇതിന് മുഖ്യ കാരണം. ജല അതോറിറ്റി പൈപ്പ് ഇടുന്നതിന് വേണ്ടി ടെൻഡർ ചെയ്തു. 4 കോടി രൂപയ്ക്കാണ് ടെൻഡർ ചെയ്തിരുന്നതെങ്കിൽ 1 രൂപ പോലും ഇന്നേ വരെ കോൺട്രാക്ട് കൊടുത്തിട്ടില്ല. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജെയിംസ് പുല്ലാപ്പള്ളി, MK ഇന്ദുചൂടൻ, MN ദിവാകരൻ നായർ, MK സാംബുജി, മധു എബ്രഹാം, ചെറിയാൻ K ജോസ്, ടോമി പ്രാലടി, KP വിനോദ്, കിഷോർ വർഗീസ്, നോബി മുണ്ടേക്കൻ, ഷെഫി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. റോഡ് ഉപരോധിച്ചതോടെ ഏറെ സമയം കടുത്തുരുത്തി പിറവം റോഡിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് കടുത്തുരുത്തി SHO U റെനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കടുത്തുരുത്തി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അറസ്റ്റ് ചെയ്തവരെ പിന്നീട് പോലീസ് ജാമ്യത്തിൽ വിട്ടയച്ചു. i4U ന്യൂസ്, ഏറ്റുമാനൂർ.